നമ്മുടെ എല്ലാ കൂട്ടുകാരെയും ജഫർ ടിപ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോയിലുണ്ടല്ലോ നമ്മൾ കുറച്ച് നല്ല നല്ല കാര്യങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കുന്നത്. അതായത് നല്ല മഴയാണ് കേട്ടോ. അപ്പൊ നമുക്ക് അതുകൊണ്ട് പുറത്തോട്ട് ഇറങ്ങിയിട്ട് ഒരു കാര്യവും നടക്കൂല. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടുന്ന് തന്നെ എടുത്തത്. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാലുണ്ടല്ലോ, അതായത് ഇപ്പൊ നമുക്ക് ഈ മഴ ആയതുകൊണ്ട് ഈ ഒരു സമയത്ത് നമ്മുടെ ചെടികളിലെ എല്ലാ ചെടികളിലും നമുക്ക് പൂക്കൾ കുറവായിട്ടായിരിക്കും അല്ലേ കാണുന്നത്. പക്ഷേ നമ്മുടെ ബാൾസം പ്ലാന്റിൽ നമുക്ക് എല്ലാ സമയത്തും, ഞാൻ എൻ്റെ മിക്ക വീഡിയോയിലും പറയാറുണ്ട്, വെയിലെന്നില്ല, മഴയെന്നില്ല, മഞ്ഞെന്നില്ല, എല്ലാ സമയത്തും നമുക്ക് പൂക്കൾ തരുന്ന ഒരേ ഒരു ചെടിയാണ് നമ്മുടെ ബാൾസം പ്ലാന്റ്. അപ്പൊ ഇന്ന് നമ്മളോടുണ്ടല്ലോ കുറേ പേര്, അതായത് ഇഷ്ടം കൊണ്ട് നമ്മളോട് ബാൾസം പ്ലാന്റ് ഓൺലൈനായിട്ട് വാങ്ങുന്ന ഒത്തിരി പേരുണ്ട്. അപ്പം അങ്ങനെയുള്ളവർ ഇഷ്ടം കൊണ്ട് ചെടി വാങ്ങും. പക്ഷെ ആ ചെടീനെ കറക്റ്റായിട്ട് എങ്ങനെ നട്ടുപിടിപ്പിക്കണം എന്ന് അറിയാത്തവരുണ്ട് കേട്ടോ. എന്നാൽ നല്ല ഭംഗിയായിട്ട് നട്ടുപിടിപ്പിച്ച് ഒത്തിരി പൂക്കൾ വിരിയിക്കുന്നവരും ഉണ്ട്. പക്ഷേ നമ്മൾ സാധാരണ കാണിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായ ഒരു രീതിയിലാണ് ഇന്ന് നമ്മൾ എങ്ങനെയാണ് ആ ചെടീനെ നടുന്നതെന്ന് കാണിക്കുന്നത്. അപ്പം നമ്മുടെ വീഡിയോ ഉണ്ടല്ലോ ആരും സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പം ഇത് വളരെ ഒരു ഉപകാരമാണ് കേട്ടോ. പറഞ്ഞതുപോലെ എൻ്റെ കയ്യിലുള്ള ഒരു ചെടി പൂർണ്ണമായിട്ടും നമുക്ക് നശിച്ചു പോകുമ്പം ഞാൻ ഈ ഒരു ടിപ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ചെടികളെ നമ്മൾ വീണ്ടും രക്ഷിച്ചെടുക്കുന്നത്. അപ്പൊ എല്ലാ കൂട്ടുകാർക്കും ഉപകാരമുള്ള വീഡിയോ ആണ്. അപ്പൊ നമുക്ക് എന്താണ് വീഡിയോ എന്ന് കാണാം അല്ലേ. ഇതുപോലെയൊക്കെ പൂക്കൾ വിരിഞ്ഞു നിൽക്കാനായിട്ട് കാണാൻ ആഗ്രഹമുള്ളവരാണെങ്കിലുണ്ടല്ലോ, ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള പ്ലാന്റ്സ് നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവർ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം അല്ലേ. അപ്പോൾ ഇതുണ്ടല്ലോ, നമ്മളിങ്ങനെ ഓൺലൈനായിട്ട് നമ്മളോട് ചെടികൾ വാങ്ങുന്നവർക്ക് ഇതാ നമ്മൾ ചെടികളെ അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്തു വെച്ചേക്കണതാണ്. അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ആ ഒരു ചെടീൻ്റെ ചുവട്ടിലെ കുറച്ച് മണ്ണ് കളഞ്ഞതിന് ശേഷമായിരിക്കും നമ്മുടെ പ്ലാന്റ്സുകൾ നമ്മൾ അയക്കുന്നത്. അപ്പം ഈ ഒരു രണ്ട് ചെടിക്കും നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. നമ്മൾ ഏതൊരു ചെടികളും, ഇനി ഫ്ലവർ ഇല്ലാത്തൊരു ചെടിയൊക്കെയാണ് നമ്മൾ അയക്കുന്നതെങ്കിൽ അതിൻ്റെ ലീഫിൻ്റെ ആ ഒരു മാറ്റം നോക്കിയിട്ടാണ് കേട്ടോ നമ്മുടെ പ്ലാന്റ്സുകളൊക്കെ നമ്മൾ എല്ലാവർക്കും അയച്ചു തരുന്നത്. അത് മാത്രമല്ല, നമ്മുടെ കയ്യിൽ നല്ല നല്ല ഭംഗിയുള്ള ഒത്തിരി നല്ല വെറൈറ്റി ബാൾസം പ്ലാന്റിൻ്റെ കളക്ഷൻ ഉണ്ട് കേട്ടോ. അപ്പം ആവശ്യമുള്ളവർക്ക് നമ്മളോട് പ്ലാന്റ്സുകൾ വാങ്ങാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ പ്ലാന്റ്സുകൾ നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടിക്കഴിയുമ്പം ഈ ഒരു പ്ലാന്റ്സിനെ നമ്മൾ എങ്ങനെ നട്ടുപിടിപ്പിക്കണം എന്ന് ആണ് കേട്ടോ. അപ്പോൾ ഉണ്ടല്ലോ, ചിലവർ എന്താ പറയുക, കുറേ ഈ ഒരു മഴക്കാലത്ത് മണ്ണ്, മണല്, ചകിരിച്ചോറ്, ചാണകപ്പൊടി എല്ലാം കൂടെ ചേർത്തിട്ട് ചെടിയിൽ നട്ടു കൊടുക്കും. അപ്പോൾ ചിലവർ നട്ടാൽ നല്ല ഭംഗിയായിട്ട് പിടിച്ചിട്ട് പൂവൊക്കെ വിരിഞ്ഞിട്ട് തരാറുണ്ട്. പക്ഷെ എല്ലാവർക്കും പിടിച്ച് കിട്ടണമെന്നില്ല കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വളരെ സിമ്പിളായിട്ട് പിടിപ്പിക്കാൻ പറ്റുന്ന ഒരു ഐഡിയ ആണ് ഇന്ന് കാണിച്ചു തരുന്നത്. അപ്പം ജസ്റ്റ് ഇതുപോലെ നമ്മളൊരു പോട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലത്തെ വലിയ പോട്ട് വേണമെന്നൊന്നുമില്ല, നമുക്ക് സാധാ ചെറിയ പോട്ടിലും നട്ടു കൊടുക്കാം കേട്ടോ. അപ്പം നമ്മൾ ഇങ്ങനെ നട്ടു കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ അയച്ചു തരുന്ന ചെടികൾ നമ്മൾ ആദ്യം ഒന്ന് നിങ്ങളുടെ അവിടുത്തെ ആ ഒരു കാലാവസ്ഥയായിട്ടൊന്ന് സെറ്റ് ആകാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം പിന്നീട് നമുക്ക് നല്ലൊരു പോട്ടി മിക്സറൊക്കെ തയ്യാറാക്കിയിട്ട് നട്ടു കൊടുത്താൽ മതിയേ. ഇതുപോലെ കിട്ടുന്ന ഒരു ചെടീനെ ഞാനിവിടെ നടുന്നത് എങ്ങനെയാണെന്ന് കാണിക്കുന്നുണ്ടല്ലോ. ഇത് നമ്മളിവിടെ എടുത്തു വെച്ചേക്കണത് നമ്മുടെ സാധാ മണൽ. ഇതിൽ വേറെ ഒരു സാധനം ചേർത്തിട്ടില്ല, വെറും മണൽ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം ഈ ഒരു മണലിലേക്ക് നമ്മുടെ ഈ ഒരു ചെടീനെ നമ്മളിങ്ങനെ നട്ടു കൊടുക്കുക. ഇങ്ങനെ അങ്ങ് നട്ടു കൊടുത്തിട്ട് ഇതുപോലെ നട്ടു കൊടുക്കുക കേട്ടോ. എന്നിട്ട് ജസ്റ്റ് നല്ലോണം ഒന്ന് നനച്ചു കൊടുത്ത് നമ്മളൊരു ഷെയ്ഡിൽ വെക്കുക. അപ്പം ഇതുപോലെ നമ്മൾ നട്ടു കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, നമ്മുടെ ചെടി ഒരു കാരണവശാലും നമുക്ക് പിടിക്കാതിരിക്കില്ല. അതായത് ആദ്യം നമ്മൾ ഇതുപോലത്തെ ഒരു ചെടി കിട്ടിക്കഴിയുമ്പം പെട്ടെന്ന് ഇങ്ങനെ നമ്മളിങ്ങനെ മണ്ണ്, മണല്, ചകിരിച്ചോറ്, ചാണകപ്പൊടിയൊക്കെ ഈ ഒരു സമയത്ത് നമ്മുടെ ചെടികൾക്ക് ഇട്ട് കൊടുക്കുന്നത് എന്താ പറയുക, മഴയല്ലേ, അപ്പോൾ പെട്ടെന്ന് ഫംഗൽ ഇൻഫെക്ഷൻ ഒക്കെ വരാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് അതൊന്നുമില്ലാതെ ഇതേ രീതിയിൽ നമ്മുടെ ചെടീനെ നട്ടു കൊടുത്തു. ഇനി അങ്ങ് നനച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ വളരെ ഭംഗിയായിട്ട് നമ്മുടെ ചെടികൾ പിടിച്ചു കിട്ടും. അപ്പോൾ ഇത് ഞാൻ, അതായത് സാധാ രീതിയിൽ നടുന്നവരും ഉണ്ട് കേട്ടോ. അപ്പം അങ്ങനെ നട്ടു പിടിപ്പിച്ചെടുക്കുന്നവർ അങ്ങനെ ചെയ്തോളൂ. അപ്പം ഇത് എന്ത് ചെയ്തിട്ടും പിടിച്ചു കിട്ടുന്നില്ല എന്നുള്ളവരാണെങ്കിൽ നമ്മുടെ ഈ ഒരു ഐഡിയയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല ഭംഗിയായിട്ട് തന്നെ ചെടികൾ പിടിച്ചു കിട്ടും കേട്ടോ. അപ്പോൾ ഇനി ഇത് നമുക്കൊരു ഷെയ്ഡിലേക്ക് വെക്കാം. വളരെ സിമ്പിളായ കാര്യമാണ്. അത് മാത്രമല്ല, ഞാൻ എൻ്റെ കയ്യിലൊരു ചെടിയുണ്ട്, ഞാൻ അതും കൂടെ കാണിച്ചു തരാം. അപ്പം നമ്മുടെ ഈ ഒരു ചെടി ഉണ്ടല്ലോ, എൻ്റെ കയ്യിലുള്ള ഒരു നമ്മുടെ ഡബിൾ കളർ ബോൾസത്തിൻ്റെ ഓറഞ്ചും വൈറ്റും കൂടെ വരുന്ന നല്ലൊരു ഷെയ്ഡിൽ വിരിയുന്ന ഒരു ചെടിയാണ്. അപ്പം നമ്മുടെ ഒരു സബ്സ്ക്രൈബറോട് ഞാൻ ഇത് വാങ്ങിയതാണ് കേട്ടോ, എൻ്റെ കയ്യിൽ ഇല്ലാത്തൊരു കളക്ഷൻ. അപ്പോൾ ഈ ഒരു ചെടി കിട്ടിക്കഴിഞ്ഞ് ഞാൻ വലിയ പോട്ടിൽ നല്ല ഭംഗിയായിട്ട് സെറ്റ് ചെയ്തു. അതിനുശേഷം കുറച്ച് ദിവസങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഈ ചെടി ഇങ്ങനെ മെല്ലെ വാടി പോകാനായിട്ട് തുടങ്ങി. അപ്പം ഞാൻ എന്ത് ചെയ്തെന്നറിയാവോ, ഈ ഒരു ചെടീനെ ആ പോട്ടിൽ നിന്നും അതേപടി ഞാൻ എടുത്തു. എന്നിട്ട് നല്ലോണം ഒന്ന് ക്ലീൻ ചെയ്ത് നല്ല സാഫിലൊക്കെ മുക്കി കുറച്ചു നേരം വെച്ചതിന് ശേഷം ചുമ്മാ നമ്മൾ വെറും മണലിലാണ് നമ്മുടെ ഈ ഒരു ചെടി ഇപ്പം നമ്മൾ നിലവിൽ
നട്ട് വെച്ചേക്കണത് കേട്ടോ. ഇതാ വെറും മണലാണ്. ഇത് കണ്ടോ കണ്ടോ, വെറും മണലിലാട്ടോ നട്ടേക്കണത്. അപ്പോൾ കണ്ടോ നമ്മുടെ ചെടികൾ യാതൊരു കംപ്ലൈൻറ്റും കൂടാതെ ആ നശിച്ചു പോകാനായ ചെടികൾ നമ്മൾ രക്ഷിച്ചെടുത്തു. അപ്പോൾ കുറേ പേര് നമ്മുടെ വീഡിയോ കാണുമ്പോൾ നമ്മളോട് ചോദിക്കാൻ സാധ്യതയുണ്ട്, ഞങ്ങളുടെ കയ്യിൽ മണലില്ല, എംസാൻഡ് പറ്റുമെന്ന്. ഇപ്പം എല്ലാവർക്കും മണൽ കിട്ടാൻ ബുദ്ധിമുട്ടാണ്, എല്ലാവർക്കും എംസാൻഡൊക്കെ തന്നെയായിരിക്കും കിട്ടാനുണ്ടാവുള്ളൂ അല്ലേ. പക്ഷെ എംസാൻഡ് കിട്ടുവാണെങ്കിൽ നമ്മൾ എന്താക്കണം, നല്ലോണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ആ എംസാൻഡിൽ കുറേ ഇങ്ങനെ എന്താ പറയുക പൊടിയുണ്ട്, അത് ഫുള്ളും കളഞ്ഞതിന് ശേഷം മാത്രം നമ്മുടെ ചെടികൾ നട്ടു കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, നമ്മുടെ ചെടികൾ നട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഫുള്ളും അങ്ങോട്ട് എന്താ പറയുക സെറ്റായി പോകും. അപ്പോൾ അങ്ങനെ വരാതെ ചെയ്താൽ മതിയേ. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ മറ്റ് മണ്ണിൽ തന്നെ നമ്മുടെ ചെടികൾ നട്ടുപിടിപ്പിക്കാനായിട്ട് പറ്റുന്നവർക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ. നമുക്ക് ഏത് രീതിയിൽ വെച്ചാലും നമ്മുടെ ഈ ഒരു ചെടീനെ പിടിപ്പിച്ചെടുക്കാൻ പറ്റും. ഈ ഒരു മഴ സമയത്തുണ്ടല്ലോ നമ്മുടെ ചെടികളിൽ ഇങ്ങനെ ഭംഗിയായിട്ട് പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന കാണുമ്പോൾ ഉണ്ടല്ലോ ഒത്തിരി കൂട്ടുകാർ നമ്മളോട് ചോദിക്കാറുണ്ട് കേട്ടോ, ഈ ചെടീനെ എങ്ങനെയാണ് ഇങ്ങനെ ഭംഗിയിൽ പൂക്കളാക്കി എടുക്കുന്നത്, എന്തൊക്കെയാണ് ഇതിന് കൊടുക്കുന്ന കെയറിംഗ് എന്ന്. അപ്പൊ അതും കൂടെ ജസ്റ്റ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞു പോകാം. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത്, ഇങ്ങനെ മഴക്കാലമൊക്കെ ആയി കഴിഞ്ഞ് ചെറിയൊരു മഴവെള്ളം വീഴുന്ന സ്ഥലത്തൊക്കെയാണ് നമ്മുടെ ചെടികൾ നിൽക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ ഫംഗിസൈഡ് കൊടുക്കാനായിട്ട് മറക്കരുത് കേട്ടോ. അത് നിർബന്ധമുള്ള കാര്യമാണ്. ഈ ചെടിയെന്നല്ല, നമ്മുടെ എല്ലാ ചെടികൾക്കും നമ്മൾ കൊടുക്കുക തന്നെ വേണം. പിന്നെ അത് കൂടാതെ പിന്നെ ഒത്തിരി ഇങ്ങനെ ഒരു ഷെയ്ഡുള്ള ഭാഗത്ത് നമ്മൾ എടുത്തു വെക്കരുത്. ഇപ്പൊ മഴക്കാലമായി ഇത് നശിച്ചു പോകും എന്ന് വിചാരിച്ച് നമ്മൾ എവിടെയെങ്കിലും ഒരു എന്താ പറയുക ഒട്ടും സൂര്യപ്രകാശം കിട്ടാത്ത ഭാഗത്ത് കൊണ്ടു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചെടീനെ നമുക്ക് നന്നായി കിട്ടൂല കേട്ടോ, ഫുള്ളും ചെടി നാശമായി പോകും. അപ്പൊ എന്ത് ചെയ്യണം, ചെറിയൊരു നോർമൽ ഒരു സൺലൈറ്റ് കിട്ടുന്ന ഭാഗത്ത് തന്നെ നമ്മുടെ ചെടികൾ നമ്മൾ വെച്ചു കൊടുക്കണം. പിന്നെ മഴയൊക്കെ ആയി കഴിയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ്, എവിടെ ഞങ്ങൾ ചെടി വെക്കും എന്ന് ചിന്തിക്കുന്നവരുണ്ടാവും അല്ലെ. അപ്പം അങ്ങനെയുള്ളവർക്ക്, അതായത് നമുക്ക് ഈ ഒരു ചെടി ഉണ്ടല്ലോ ഹാങ് ചെയ്തിടാനായിട്ട് സൗകര്യങ്ങളുള്ളവർക്ക് നമുക്കൊരു ഹാങ്ങിങ് ബോട്ടിൽ ഈ ചെടീനെ സെറ്റ് ചെയ്തിട്ട് നമുക്കിങ്ങനെ ഹാങ് ചെയ്തിടാം. അപ്പൊ ഇങ്ങനെ ഭയങ്കര ഭംഗിയായിരിക്കും കേട്ടോ. അതായത് ഈ മഴക്കാലത്ത് ഇത്രമാത്രം പൂക്കൾ വിരിഞ്ഞ് നിൽക്കുന്ന വേറൊരു ചെടി ഉണ്ടാകൂല. അപ്പം അത് ഞാനിപ്പോ എന്താ പറയാ, കുറേ നാളുകളായി നമ്മൾ ഈ ഒരു ബാൾസം പ്ലാന്റിനെ കുറിച്ചുള്ള വീഡിയോസ് ചെയ്യുന്നത്. അപ്പൊ എന്റെ വീഡിയോ കാണുന്ന കൂട്ടുകാർക്ക് മനസ്സിലാകും കേട്ടോ നമ്മള് പറയുന്നത് സത്യമായ കാര്യമാണോ അല്ലയോ എന്ന്. ആദ്യമായിട്ട് വരുന്ന കൂട്ടുകാർക്ക് മനസ്സിലാകാനായിട്ട് സാധ്യത കുറവാണ്. അപ്പൊ അങ്ങനെയുള്ളവർ നമ്മുടെ ചാനലൊക്കെ ജസ്റ്റ് ഒന്ന് കയറി കണ്ടു നോക്കുക. അപ്പൊ അങ്ങനെ നമുക്ക് ഹാങ് ചെയ്തിടാം കേട്ടോ. പിന്നെ അത് മാത്രമല്ല, ഈ ഒരു ചെടീനെ വളർത്തുന്നവര് ഈ ഒരു മഴക്കാലം ഇങ്ങ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര പുഴുശല്യായിരിക്കും. അപ്പൊ ഈ പുഴുക്കൾ വന്നിട്ടുണ്ടെങ്കിൽ ഒരു രാത്രി കൊണ്ട് നമ്മുടെ സർവ്വ ചെടീന്റെ ഇല മുഴുവനും തിന്നു തീർക്കും. അപ്പൊ എന്ത് ചെയ്യണം, നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു പെസ്റ്റിസൈഡോ കാര്യങ്ങളോ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ അതും ഈ പറഞ്ഞതുപോലെ 15 ദിവസം കൂടുമ്പോൾ ഒക്കെ നമ്മുടെ ചെടികളിലൂടെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പം അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ഇതാട്ടോ നമ്മുടെ ബോൾസം പ്ലാന്റ് ഹൈബ്രിഡ് വെറൈറ്റി ആണ് കേട്ടോ. ഇത് കണ്ടോ, ഇത് നമുക്ക് ഇതുപോലെ ഹാങ് ചെയ്തിടാവേ. അപ്പം ഇങ്ങനെ ഹാങ് ചെയ്തിട്ടാൽ ഇങ്ങനത്തെ നല്ല ഭംഗിയായിട്ട് ഇതാ നിറച്ച് പൂക്കളുണ്ടാവും കേട്ടോ. അപ്പം ഇനി നമ്മുടെ ബോൾസം ചെടി ഉണ്ടല്ലോ വാങ്ങുന്നവർക്ക് വെക്കാൻ സ്ഥലമില്ല എന്ന് പ്രയാസപ്പെടുന്നവർക്ക് ഈ ഒരു ബോൾസം പ്ലാന്റ് നമുക്കിങ്ങനെ ഹാങ് ചെയ്തിടാവേ. ഇനിയുണ്ടല്ലോ മഴക്കാലമൊക്കെ ആയതുകൊണ്ട് നമ്മുടെ കൈവശമുള്ള കുറേ തരം ചെടികൾ ഉണ്ടാകുമല്ലേ, പലർക്കും പലതരത്തിലുള്ള ചെടികളുടെ കളക്ഷൻസ് ഉണ്ടാകും. അപ്പൊ ഇതില് നമുക്ക് എല്ലാ ചെടികളും നമുക്ക് എങ്ങനെ കെയർ ചെയ്യണമെന്നൊക്കെ അറിയാത്ത ഒത്തിരി കൂട്ടുകാരുണ്ട് കേട്ടോ. അപ്പൊ ഇനി അങ്ങോട്ട് നമ്മൾ ഒത്തിരി നല്ല നല്ല വീഡിയോസ് ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പൊ നമ്മുടെ ചാനലൊക്കെ ഉണ്ടല്ലോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് കാണുന്നതെങ്കിൽ നമ്മുടെ എല്ലാ കൂട്ടുകാരും സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ നമ്മൾ ഒത്തിരി ഉപകാരമുള്ള നല്ല നല്ല വീഡിയോസ് നമ്മൾ ഇടുന്നുണ്ട് കേട്ടോ. അപ്പൊ ആദ്യമായിട്ടൊക്കെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ എന്തായാലും സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഉണ്ടല്ലോ എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. അപ്പം ഞാൻ ഈ പറഞ്ഞതുപോലെ ഉണ്ടല്ലോ എല്ലാവരും ചെയ്ത് നോക്കൂ കേട്ടോ. ഇനി ബോൾസം പ്ലാന്റ് പിടിക്കുന്നില്ല എന്ന് പറയുന്ന എല്ലാ നാട്ടിലും പ്ലാന്റ് പിടിച്ച് കിട്ടും. അപ്പോൾ ഇനി അങ്ങോട്ട് നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം നേരുന്നു. ബൈ.